നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നേരത്തെ കെട്ടി കൊടുത്തേ ചവിട്ടി തള്ളി കൊക്കയിലിട്ട്. ഇനി ഇവന്റെ കാര്യത്തിൽ കൂടെ നിനക്കൊരു തീരുമാനമാക്കണം അല്ലേ? ചിറ്റപ്പ, ഒരു കാര്യം വൃത്തിയായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. ഇനിയെങ്കിലും മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി നിന്നില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം, മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കി നിന്നോളാം. അല്ലെങ്കിലേ നിന്റെ എല്ലൂരി പട്ടാഴിയിലെ മതിലിന്റെ താഴെ താകും ഞാൻ. എന്ത് പട്ടാഴിയിലെ മതിലോ? ഇവിടെ പോരാ പട്ടാഴിയുടെ കാര്യം പറഞ്ഞേ. എന്താ ബോസേ പട്ടാഴിയിലെ മതിലിന് പ്രശ്നം? അതൊക്കെ വിട് ചേച്ചി, അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് വളർത്തണമായിരുന്നു. തല്ലിയും കൊടുത്തോഷിച്ചൊക്കെ സാധാരണ പെമ്പിളാരെ പോലെ. അതിന് പകരം തോന്നിവാസത്തിന് വളർന്ന് കാട പോലെ ഇങ്ങനെ നിൽക്കുക. നാണമില്ലേ ചേച്ചി ഇവിടെ താന്തോന്നി തരത്തിന് കൂട്ടിക്കാനൊക്കെ? ചേച്ചിക്ക് ഇത്ര പ്രായമായില്ലേ? രായേട്ടന് വയ്യാതെ നടക്കുക അങ്ങയുടെ സ്ഥാനത്ത്, അതായത് ഇവിടെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ പറയുക. ഇനി ഇത്തരം തോന്നിവാസം പറഞ്ഞോണ്ട് എന്റെ അടുത്താണ് വന്നേക്കരുത്. അടി അടി നിനക്കായിരിക്കും കേട്ടല്ലോ. ഇവൻ ഈ ജഗതി കുമാറല്ലേ എന്റെ സ്വന്തം പയ്യനാ, തറവാട്ടി പറഞ്ഞവനാന്ന്. നിങ്ങളെ കൊണ്ട് ഇനി ഇവനൊരു ശല്യം ഉണ്ടായെന്ന് ഞാൻ കേൾക്കരുത്. ഞാനിങ്ങോട്ടൊരു വരവ് വരും, വന്നാ എലിയെ തൂക്കിയെടുക്കുന്നവരെ ഞാൻ തൂക്കിയെടുത്ത് അകത്തോട്ട് പോയിടും. നിന്റെ പരോളും കോപ്പൊക്കെ ഞാൻ ക്യാൻസലാക്കും. അത് കഴിഞ്ഞാ പിന്നെ ജയിലില്ല. നമ്മുടെ ലിഡിയാപ്പോൾ സൂപ്രണ്ടായിട്ടുള്ള ജയിലില്ലേ? ജഗദീപേ, നമ്മള് ഇവിടെ ധാരണ പോകുന്നതല്ലേ നല്ലത്? സാറിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ. ആണെന്ന്. മോനെ, ഇനി മുതൽ സാറല്ല ചിറ്റപ്പൻ. തന്നെ ചിറ്റപ്പൻ അങ്ങനെ വിളിക്കാവൂ. ശരി ചിറ്റപ്പ സാറേ. അപ്പൊ അറിയണേ മോനെ, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ആ ഫോൺ എടുത്ത് എന്റെ നമ്പർ കുത്തി ഒന്ന് വിളിച്ചാൽ മതി. ഞാനിവിടെ സ്പോട്ടിലുണ്ടാവും. എന്റെ നമ്പർ ഉണ്ടല്ലോ കയ്യില്. പിന്നില്ലാതെ എല്ലാ നമ്പറും എന്റെ കയ്യിലുണ്ട് ചിറ്റപ്പ സാറേ. എനിക്കറിയാം. നീ ഇങ്ങോട്ട് വന്നേ, ഒരു മിനിറ്റ് വാ വന്നേ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയണം. സത്യം പറയാവൂ? സാർ ചോദിച്ചു സാറേ, ഞാൻ നോക്കിട്ട് പറയാൻ പറ്റുമോ? അതെ, നിനക്ക് ഇത്രയും ഡീറ്റെയിൽസ് ഇവിടുന്ന് കിട്ടി എന്നെ പറ്റി. നമ്മളെ മറ്റേ പട്ടായിലെ കേസല്ല. ഒന്ന് പതുക്കെ പറയടാ, എന്റെ മാന കപ്പൽ കേട്ടല്ലേ. സാറേ, ഈ കേസിൽ ഞാൻ സത്യമേ പറയത്തുള്ളൂ സാറേ. ഈ കളിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ ചുറ്റുവട്ടങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചായിരുന്നു. ആരൊക്കെയാണ് ഇവരുടെ ബലം, ഈ വൃത്തികെട്ട പരിപാടികൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നതും ചൂട്ട് പിടിച്ചു കൊടുക്കുന്നതൊക്കെ ആരാണ്, പിന്നെ ആരൊക്കെ എനിക്കെതിരെ ആയുധം എടുത്തുകൊണ്ട് അംഗത്തിനിറങ്ങാൻ സാധ്യതയുണ്ട് എന്നല്ല. സാറേ, പാമ്പിൻ വിഷം ഇറക്കാനുള്ള മരുന്നും പാമ്പിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രവും ഇല്ലാതെ പാമ്പിൻ കൂട്ടി പോയി അന്തി ഉറങ്ങുന്നത് മണ്ടത്തരമല്ലേ ചിറ്റപ്പൻ സാറേ? നീ മണ്ടനല്ലടാ, മഹാനാ മഹാൻ. കൊള്ളാം. അതെ, മോനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലേ? എന്റെ ചിറ്റപ്പൻ സാറേ, ചിറ്റപ്പൻ സാർ എന്നെ തോണ്ടാൻ വരാത്തടത്തോളം കാലം ഞാൻ തിരിച്ചു തോണ്ടാൻ പറ്റില്ല. അയ്യേ, അത് മതി, ധാരാളം മതി. ശരി, ഓക്കെ. ഓക്കെ, എല്ലാം ഓക്കെ. പറഞ്ഞ പോലെ ഒരു കുഴപ്പമില്ല. എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ അമ്മേ. അപ്പൊ ചേച്ചി, ഞാൻ അവിടെ ഇറങ്ങുവാ. എല്ലാരും വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകാൻ നോക്ക്, അതാ എല്ലാവർക്കും നല്ലത്. ഒന്നുകൂടെ നടത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, അതിന്റെ ഇപ്പൊ ആവശ്യം എന്താ? നമുക്കിപ്പോ പഴയ ഡോക്ടർ തന്നെ പോരെ? എന്റെ പൊന്നു വിഷ്ണു, നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഡോക്ടറെ തന്നെ മതിയെങ്കിൽ മതി. ഞാനിപ്പോ ഡെലിവറി നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കാനൊന്നും പോകുന്നില്ല.
മന്ത്ലി ചെക്കപ്പിനും ഡെലിവറിക്കും ഒക്കെ നിങ്ങൾ ആ ഹോസ്പിറ്റലിലേക്കും ആ ഹോസ്പിറ്റലിലെ മറ്റു ഡോക്ടർമാരുടെ അടുത്തേക്കും പോയിക്കൊള്ളൂ. ആ, ഞാനിപ്പോ ശാലിനിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യാവസ്ഥയും വളർച്ചയും ഒന്ന് പരിശോധിക്കുന്നേ ഉള്ളൂ. ആ. അതുകൊണ്ട് ശാലിനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പോകുന്നില്ല. അതോ വിഷ്ണുവിന് ഇനി എന്റെ കഴിവിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ആയിരക്കണക്കിന് ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്ടറാ ഞാൻ. അയ്യോ ഡോക്ടറുടെ കഴിവിൽ വിശ്വാസക്കേടൊന്നുമില്ല. ഡോക്ടർ അവന്റെ പ്രശ്നം അതൊന്നുമല്ല. ഡോക്ടർ നേരത്തെ പറഞ്ഞില്ലേ ഭർത്താക്കന്മാർക്കാണ് കൂടുതൽ ഭയമെന്ന്. അത് തന്നെ അവന്റെ പ്രശ്നം. ഇവിടെ ഒരാൾക്കും ഉണ്ടായിരുന്നു ആ ഭയം, അല്ല രാഘവേട്ട? ആ റിപ്പോർട്ട്സ് എല്ലാം ഉണ്ടല്ലോ അല്ലേ ശാലിനി? ആ എവിടെ റൂം? മുകളിലെ ഡോക്ടർ. വരൂ മോളെ, വാ മോളെ വരാൻ. വാ. വന്നേ. വിഷ്ണു, ഏ? വിഷ്ണു പേടിക്കണ്ട കേട്ടോ. ശാലിനിക്കും കുഞ്ഞിനും ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. ഉം. എടാ മോനെ, ഏ? എന്തെങ്കിലും ചെയ്യടാ. എന്റെ അച്ഛൻ ഞാൻ എന്ത് ചെയ്യാനാ? ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് പോവല്ലായിരുന്നോ? ശ്ശോ. ഡോക്ടർക്ക് മനസ്സിലാവുമോ ഇനി ഗർഭിണിയല്ലാന്ന്? അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഡോക്ടർ പറഞ്ഞതുപോലെ അവർ ആയിരക്കണക്കിന് ഡെലിവറി കേസുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതല്ലേ. അതുമാത്രമല്ല ആ മെഡിക്കൽ റിപ്പോർട്ടുകള്, അതൊന്നും കുഞ്ഞീച്ചയായിട്ട് മാച്ച് ആവില്ലല്ലോ. ഒറ്റ മിനിറ്റിൽ പിടിക്കും. ഇങ്ങോട്ട് കിടന്നോളൂ ശാലിനി. കിടക്കും മോളെ. ഡോക്ടർ, എന്റെ ദേവി, എങ്ങനെയെങ്കിലും എന്നെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിക്കണേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.